സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 45 വയസ്സുള്ള വയനാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചെയ്യുന്നു. ശിവദാസ്, അമീബിക് മസ്തിഷ്ക ജ്വരം അത് മലബാർ മേഖലയിലാണ് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾക്ക് കൂടി, അത് വയനാട് സ്വദേശിക്കാണ്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കൂടുതൽ വിവരങ്ങൾ ശിവദാസ്. വിനോദ്, അമീബിക് മസ്തിഷ്ക ജ്വരം വലിയൊരു ആശങ്കയായി മലബാർ ജില്ലകളിൽ നിലനിൽക്കുന്നു. ഇപ്പോൾ ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതോടെ നിലവിൽ 7 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് വയനാട് സ്വദേശിക്കാണ്. ഇദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തെ പനി ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ആക്കി കൊണ്ടുവന്നത്. അതിനുശേഷമാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ ഇന്നാണ് ഈ രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ മലപ്പുറം ജില്ലയിലുള്ള 3 പേരും അതോടൊപ്പം കോഴിക്കോട് ജില്ലയിലുള്ള 3 പേരും ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇപ്പോൾ വയനാടുള്ള ഒരാൾ കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇതോടെ മൊത്തം 7 പേരാണ് ഈ രോഗം ബാധിച്ച് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ തന്നെ 2 പേർ ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്. അതിൽ 3 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു കൂടിയുണ്ട്. കഴിഞ്ഞ ആഴ്ച അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരു 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി മരിച്ചിരുന്നു. ഈ പെൺകുട്ടിയുടെ സഹോദരനും ഇതേ അസുഖം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 2 പേരും ഒരു കുളത്തിൽ കുളിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പരിശോധനകളെല്ലാം തന്നെ ഊർജിതമായി നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് ആശങ്കാജനകമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. 3 മാസം പ്രായമുള്ള കുഞ്ഞടക്കം ചികിത്സയിലുണ്ട്. ഒരു കുട്ടി മരിക്കുന്ന സാഹചര്യം. നിലവിൽ 7 പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും ശിവദാസ് കന്മനം.